ഇതിൽ ഞാൻ ആലോചിക്കുകയാണ് ഇന്നത്തെ കാലത്ത് വീടിരായപ്പനോ ഒക്കെ ഉണ്ട് അബിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം പാരഡി ഗാനങ്ങൾ ഈ ഇലക്ഷൻ സംബന്ധിച്ചൊക്കെ ഇറങ്ങുമായിരുന്നു എന്ന്. അവരൊക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പം അറസ്റ്റിലായനെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അത് ശരിക്കും പാരഡി ഗാനം എന്ന് പറഞ്ഞാൽ പാരഡി ഗാനത്തിൻ്റെ രാജാവാണ് വീടിരായപ്പൻ. സത്യത്തിൽ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോസൊന്നും എടുത്ത് കണ്ടിട്ടില്ലെങ്കിലും അത് എടുത്ത് കാണുന്നത് നല്ല ചികയുന്ന സുന്ദരി. ഒരുപാടുണ്ട് കഥാപ്രസംഗമായിട്ടും പാരഡി ഗാനങ്ങളായിട്ടും. പുള്ളി പറയുന്നത് എനിക്ക് എല്ലാ നല്ല പാട്ടുകളെയും നശിപ്പിക്കാനുള്ള അവസരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാ പുള്ളിയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശങ്കര നാദശരീര ആ പാട്ട് പുള്ളി ശങ്കര പോത്തിനെ തല്ലല്ലടാ എന്ന് അമ്മ വിളിച്ചു പറയുന്ന ഒരു പാട്ടൊക്കെ സത്യം പറഞ്ഞാണ്ടല്ലോ കുത്തിയിരുന്ന് ചിരിച്ചു പോകും. നമ്മൾ പണ്ടത്തെ തമാശ സിനിമയൊക്കെ കാണുന്ന പോലെ ഇരുന്ന് ചിരിക്കുന്നത്. പക്ഷേ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനും കൂടെയുള്ള വീഡിയോസ് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഭയങ്കര രസമായിട്ടോ. കാരണം കൈരളി ടി വിയിൽ രാജശ്രീ വാര്യർ ഈ പറഞ്ഞ വീടിരായപ്പനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഈ പാരഡി ഗാനങ്ങളെക്കുറിച്ച് ഇത് കേസെടുത്തപ്പോൾ ഇങ്ങനെ വെറുതെ എടുത്ത് നോക്കിയാണ്. ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹമൊക്കെ ഇപ്പോൾ അറസ്റ്റിലായിരുന്നേനല്ലോ. എന്തുമാത്രം വീഡിയോസാണ് ഈ പുള്ളി ഇട്ടിരിക്കുന്നത്, ഇതുപോലെ രാഷ്ട്രീയക്കാരെ കളിയാക്കിക്കൊണ്ടും ഒക്കെ. പക്ഷെ അതൊക്കെ അവർ ആസ്വദിക്കുകയായിരുന്നു, അന്നത്തെ രാഷ്ട്രീയക്കാർ ആസ്വദിക്കുകയായിരുന്നു ചെയ്യുന്നത്. അദ്ദേഹത്തെ ഒരിക്കലും ഒരാൾ പോലും കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂസിനും പറയുന്നുണ്ടായിരുന്നു. പല സംഗീത സംവിധായകരും അല്ലെ ഇത് എഴുതിയവരും ഒക്കെ അവരെ ആരും അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ രാജശ്രീ വാര്യരുടെ ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇദ്ദേഹം ഇരുന്ന് പറയുന്ന അനുസരിച്ച് രാജശ്രീ വാര്യർ ഈ ചിരിച്ച് കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണുനീര് തുടയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്രയ്ക്ക് രസകരമായ ഒരു മനുഷ്യനായിരുന്നു ശരിക്കും പറഞ്ഞാൽ വീടിരായപ്പൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമാ നടൻ്റെയോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെയോ ഒന്നും ഒരു സെലിബ്രിറ്റി ഭാവമില്ലാത്ത ഒരു പാവം പിടിച്ച ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു വീടിരായപ്പൻ. ശരിയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവില്ലായ്മയാണ്, ഞാൻ എവിടെയോ വായിച്ചതോ കേട്ടതോ ആയ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങളാണ് ഇത് ഈ പാരഡി എഴുതി കൊടുത്തിരുന്നതെന്ന് ആദ്യകാലത്തൊക്കെ എഴുതി കൊടുത്തിരുന്നതൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാനിന്നലെ കേട്ട പാട്ടുകളിലൊക്കെ ഇതുപോലെ രാഷ്ട്രീയക്കാരെയൊക്കെയാണ്. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പൂമുഖവാതുക്കൽ പുച്ഛിച്ചു നിൽക്കുന്ന പൂതനയാകുന്നു ഭാര്യ, ഈ പാട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉള്ളോ ഇപ്പോഴാണ് പുള്ളി ഇതൊക്കെ എഴുതിയിരുന്നെങ്കിൽ ഉള്ളല്ലോ ഭാര്യമാർ മുഴുവൻ കൊണ്ട് കേസ് കൊടുത്തേനെ, ഭാര്യമാരെ അവഹേളിച്ചു എന്നും പറഞ്ഞ്. ആ ഒരു കാലഘട്ടമാണ് ഇപ്പം. പക്ഷെ അന്നൊക്കെ അതെല്ലാവരും ഈ രാജശ്രീമാരൊക്കെ ഇത് കേട്ടിട്ടിരുന്ന് ശരിക്കും ചിരിക്കുകയാണ്. ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം, ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണെന്ന് ഓർക്കണം. പക്ഷേ അവരിരുന്ന് ചിരിക്കുന്ന ചിരി കണ്ട സത്യം പറഞ്ഞാൽ നമുക്കതൊന്നും ചിരിക്കാനല്ലാതെ മറ്റൊന്നും നമുക്ക് അതിന് നമ്മുടെ ആ പ്രായത്തിലുള്ള. പക്ഷേ ഇപ്പോൾ അത് കേട്ടാൽ ചിലപ്പോൾ ഇപ്പോഴാണ് പുള്ളി അത് എഴുതിയിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ്, ചിലപ്പോൾ പുള്ളി ഇപ്പം അകത്ത് കിടന്നേനെ. കാരണം അതുപോലുള്ള കാര്യങ്ങളാണ് പുള്ളി എഴുതിയത്. എല്ലാം ഈ ചികയുന്ന സുന്ദരിയാണെങ്കിലും അതുപോലെ തന്നെ രണ്ട് ബസ്സുകൾ തമ്മിലുള്ള പ്രണയവും എന്തെല്ലാം പുള്ളിക്ക് എന്തൊക്കെയാണ് പുള്ളി ആദ്യം എഴുതിയത്. ഈ പറഞ്ഞ പോലെ താരാട്ടുപാട്ട്, ഒരു താരാട്ടുപാട്ടാണ്, അമ്മ ഉറക്കിക്കൊണ്ടിരുന്ന ഒരു താരാട്ടുപാട്ട്. പുള്ളിക്ക് ഭയങ്കര വണ്ണമായിരുന്നു പോലും. ഒരു ആനക്കുട്ടിയെ ഉറക്കുന്ന രീതിയിൽ ആക്കി ആ പാട്ട് ചിത്രീകരിച്ച കാര്യമൊക്കെ ആ ഇൻ്റർവ്യൂവിനകത്തൊക്കെ ഞാനിങ്ങനെ വെച്ചപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ അതെടുത്ത് കാണുകയായിരുന്നു. ഭയങ്കര രസമായിട്ട് ഉള്ള ഒരു മനുഷ്യനായിരുന്നു ഈ പറഞ്ഞ പോലെ. അതുപോലെയായിരുന്നു അബീം നാദിർഷയൊക്കെ ആയിട്ടുള്ള ഒരുപാട് അന്നൊക്കെ ഈ സിനിമാ നടിമാരുടെയൊക്കെ വെച്ച് ഒരുപാട് കമൻറ്റുകളും ഒരുപാട് തമാശ വീഡിയോസും ഈ കാസറ്റ്സും ഒക്കെ നമ്മൾ കേട്ടത് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഇപ്പോഴൊക്കെ ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നടിമാരൊക്കെ പോയി ഈ പറഞ്ഞ കേസ് കൊടുത്തേനെ. പകുതി രാത്രി എന്നൊരു സിനിമയിൽ ഒരു നടിയെക്കുറിച്ച് ഇൻ്റർവ്യൂ നടത്തുകയാണ്. അപ്പോൾ അബിയാണ്, നാദിർഷ ചോദിക്കുന്നു, അബിയാണ് അതിനകത്തെ നടി. അപ്പോൾ ഏതാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട? അപ്പോൾ പകുതി രാത്രി എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അതിനകത്ത് രാത്രികാലത്തെ ഷൂട്ടിങ്ങും മാത്രമേ ഞാൻ ഉണ്ടല്ലോ, പാതിരാത്രിക്ക് ഉള്ള ഷൂട്ടിങ്ങും മാത്രമേ എന്നൊക്കെ പറഞ്ഞൊരു അതൊക്കെ ശരിക്കും ഇന്നാണ് ഇതൊക്കെ ഇറങ്ങിയിരുന്നെങ്കിലുണ്ടല്ലോ നടിമാരൊക്കെ കൊണ്ട് കേസ് കൊടുത്തേനെ, അവർക്ക് നാണക്കേടാണെന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിത് അതേപോലെ എത്രയോ തമാശ സാഹിത്യകാരന്മാർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ല, ഇങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ഈ ചിന്തകളിൽ അതൊക്കെ വന്നു പെടുക എന്ന് പറയുന്ന ഒരു അത്ഭുതമാണെന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് ദിവസങ്ങളിൽ നിന്ന് ആലോചിച്ചാൽ നമ്മുടെ തലേ വല്ലതും എത്തുമോ? ഒന്നും എത്തത്തില്ല. നേരെ ഒരു പാട്ട് പോലും നമുക്ക് പാടാൻ പറ്റുന്ന വരത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ ഇതാണ്, എനിക്ക് നല്ലൊരു പാട്ട് ഞാൻ നല്ല രീതിയിൽ പാടിയാൽ ആൾക്കാർ ചിരിക്കും, ഈ ഇതെന്ത് പാട്ട്. പക്ഷേ ഈ രീതിയിലാകുമ്പോൾ ആൾക്കാർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ ആ രീതിയിൽ പോയി. അത് ഒരു കഴിവ് തന്നെയാണ് അല്ലേ. ഫെലിക്സ് ദേവസ്യ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈയിടെയായിട്ട് ശ്രദ്ധിച്ചൊരു ചേട്ടൻ, കുറേ നാളെ ആയുള്ളൂ തുടങ്ങിയിട്ട്, പക്ഷേ വളരെയധികം പെട്ടെന്നാണ് പുള്ളി ഈ ചാനലൊക്കെ ഇതായത്. പുള്ളി കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഈ കൊള്ളയെക്കുറിച്ച് തന്നെ എല്ലാവരും ചൊല്ലണ് കല്ലാണ് അങ്ങനെ, അതായത് അയ്യപ്പൻ കല്ലാണെന്ന രീതിയിൽ പുള്ളി ഒരു പാട്ട് പാടി വെച്ചിട്ടുണ്ട്. അതിന് ആരും കാണാഞ്ഞിട്ടാണോ കേസ് കൊടുക്കാഞ്ഞെന്ന് എനിക്കറിയില്ല. ഈ ചേട്ടൻ ആന്നില്ല ചേട്ടൻ അത് കണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിനോട് അതുകൂടെ എടുത്തൊന്ന് കാണാം. എന്തായാലും കൊള്ളാം. ഈ പാട്ട് കേസ് കൊടുത്തതോടുകൂടി അതുകൊണ്ടുള്ള വീഡിയോസ് കോമഡി എന്ന് വെച്ചാൽ അടിപൊളി കോമഡി വീഡിയോസും
അതെടുത്ത ആൾക്കാരങ്ങ് പെരുമാറുകയാണ്. കാരണം ഇച്ചിരി വൈറലായതുകൊണ്ട് തന്നെ ആൾക്കാർ വൈറലാകാനും ഇതിപ്പം മതിയെന്നൊരു അവസ്ഥയായിട്ടുണ്ട്. അതായത് ഇതുവരെ ശ്രദ്ധിക്കാത്ത കാണാത്ത ആൾക്കാർ പോലും ഇതിപ്പോൾ കണ്ട് കോടിക്കണക്കിന് ആൾക്കാരാണ് ഇത് കണ്ട് ഇത്രയും ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് ഇംഗ്ലീഷുകാർ വരെ ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് എത്തിച്ചു എന്നാണ് സത്യം പറഞ്ഞാൽ. ആരും അറിയാതെ പോകുന്നൊരു സംഭവമായിരുന്നു, പക്ഷേ അത് ആ ലെവലിലേക്ക് എത്തിച്ചത് ഇങ്ങനെ ഒരു കേസോട് കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കാണുമല്ലോ പറയാൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടപ്പെട്ടത്? നിങ്ങൾക്ക് അബിയുടെ പാട്ടാണോ ഗീഡി റാപ്പിൻ്റെ പാട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷേ സിനിമകളിലൊക്കെ പുള്ളിക്ക് അത്രയും കോമഡി അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും പുള്ളിയുടെ സിനിമകളൊക്കെ നല്ല കോമഡിയൊക്കെ ഉള്ള സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും പുള്ളിയുടെ പാരഡി ഗാനങ്ങളും ഈ കഥാപ്രസംഗങ്ങളുമായിരുന്നു ഭയങ്കര മെച്ചമായിട്ട് നിന്ന്. അപ്പോൾ നിങ്ങൾ കാണാത്തൊരു ചികയുന്ന സുന്ദരിയൊക്കെ ഒന്ന് എടുത്ത് യൂട്യൂബിൽ കിടപ്പുണ്ട്, ഒന്ന് കേൾക്കണം. അതിൻ്റെയൊക്കെ രസകരമായ ഈ പറയുന്ന പോലെ ശങ്കര എന്നുള്ള പാട്ടിൻ്റെ കോമഡി ഗാനവും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് എല്ലാം കൂടെ ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് കാണാത്തവരൊന്ന് കാണുക. താങ്ക് യു.